തമിഴ് സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന രജനീകാന്ത് ചിത്രം ജയിലർ 2 തിയേറ്ററുകളിലേക്ക് ജൂൺ 12-ന് എത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ചിത്രീകരണം പൂർത്തിയാവാത്തതിനാൽ റിലീസ് നീളുകയായിരുന്നു. ധനുഷിനെ നായകനാക്കി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ഓം എന്ന ചിത്രവും ജയിലറിന് ക്ലാഷായി എത്തുന്നുണ്ട്. തമിഴ് സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് രജനീകാന്ത് ചിത്രമായ ജയിലർ 2വിന്റെ വരവിനായാണ്. ജൂൺ 12-ന് ചിത്രം എത്തുമെന്നാണ് ആദ്യം കരുതിയിരുന്നതെങ്കിലും അതിഥി താരങ്ങളുടേതടക്കമുള്ള ഭാഗങ്ങളുടെ ചിത്രീകരണം പൂർത്തിയാവാത്തതിനാൽ റിലീസ് നീളുകയായിരുന്നു. മോഹൻലാലും ശിവരാജ് കുമാറും അടക്കമുള്ളവർ രണ്ടാം ഭാഗത്തിലും അതിഥി വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഒപ്പം ആദ്യ ഭാഗത്തിൽ ഇല്ലാതിരുന്ന വിജയ് സേതുപതിയും മിഥുൻ ചക്രവർത്തിയും ഗസ്റ്റ് റോളുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യ ഭാഗത്തിൽ മെയിൻ വില്ലനായി എത്തിയ വിനായകൻ ഫ്ലാഷ് ബാക്ക് സീനുകളിലും അതിഥി താരമായി എത്തുമെന്നും വിവരമുണ്ട്. ഇപ്പോഴത്തെ നെൽസൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. നവരാത്രി റിലീസായി ഒക്ടോബർ 15-ന് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തും. ഒരു ടീസറിനൊപ്പം നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് ജയിലർ 2വിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജയിലറിന്റെ ഒന്നാം ഭാഗത്തിലെ പ്രധാന വില്ലനായ വിനായകന്റെ കഥാപാത്രത്തിന്റെ സംഭാഷണത്തോടെയാണ് ടീസർ ആരംഭിച്ചിട്ടുള്ളത്. ടീസറിൽ വിനായകന്റെ വർമ്മൻ എന്ന കഥാപാത്രത്തിനൊപ്പം സുരാജ് വെഞ്ഞാറമൂടും സുജിത് ശങ്കറും രമ്യ കൃഷ്ണനും അടക്കമുള്ളവരുണ്ട്. ടീസറിലുടനീളം മലയാള താരങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. ജയിലറിന്റെ രണ്ടാം ഭാഗത്തെ പ്രധാന വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ്. ഒപ്പം കോട്ടയം നസീർ, ഹക്കീം ഷാജഹാൻ എന്നിവരെയും ടീസറിൽ കാണാം. രജനീകാന്തിനെ ഒരു ലോങ് ഷോട്ടിലാണ് കാണിച്ചിട്ടുള്ളത്. എസ്.ജെ. സൂര്യ, യോഗി ബാബു, മിർന, ഋത്വിക്, അന്ന രാജൻ, ജതിൻ സർണ, വിദ്യാബാലൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഷാരൂഖ് ഖാനും ചിത്രത്തിലെത്തുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഡേറ്റ് പ്രശ്നം മൂലം അദ്ദേഹം പിന്മാറിയ പ്രൊജക്ടിൽ പകരം ഹൃതിക് റോഷൻ എത്തുമെന്ന വിവരമുണ്ടായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും എത്തിയിട്ടില്ല. 2023-ലായിരുന്നു സിനിമയുടെ ഒന്നാം ഭാഗം പ്രദർശനത്തിനെത്തിയത്. വമ്പൻ വിജയമാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. ഒന്നാം ഭാഗത്തിന് സംഗീതം നിർവഹിച്ച അനിരുദ്ധ് രവിചന്ദ്രൻ തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും സംഗീത സംവിധാനം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതേസമയം തമിഴ് സിനിമയിൽ നിന്ന് മറ്റൊരു പ്രധാന ചിത്രം കൂടെ നവരാത്രി റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. ധനുഷിനെ നായകനാക്കി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ഓം ആണ് റിലീസിനൊരുങ്ങുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടിയാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഒക്ടോബർ 16-നാണ് ഈ ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ജയിലർ 2 ഇറങ്ങുന്നതിന്റെ അടുത്ത ദിവസം. മറ്റൊരു ഭാഷയിൽ മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കുന്ന ചിത്രങ്ങൾ ഒരു ദിവസത്തെ ഗ്യാപ്പിൽ ക്ലാഷ് റിലീസ് ആവുന്നു എന്നതും മലയാളികൾക്ക് കൗതുകകരമാവുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.